നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം 4:45 ഇന്ന് കുറച്ച് താമസിച്ചു. 4:30 ആകുമ്പോഴത്തേന് റെഡിയായി അടുക്കളയിൽ കയറേണ്ടതാണ്. പക്ഷേ ഇന്ന് ഒരു കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ആദ്യമേ ചെന്ന് നോക്കുന്നത് എൻ്റെ അപ്പത്തിൻ്റെ മാവ് പൊങ്ങിയിട്ടുണ്ടോ എന്നാണ്. കാരണം എനിക്കത് ആദ്യമേ ടെൻഷൻ. എപ്പോഴും ഞാൻ അരച്ച് കഴിയുമ്പോഴത്തേന് എനിക്ക് അതൊരു ടെൻഷനാണ്. ഈ രാവിലെ മാവ് പൊങ്ങുമോ, മയം കിട്ടുമോ, ഇങ്ങനെയെല്ലാം ആണ്. അപ്പോൾ ഞാൻ ആദ്യമേ പോയി നോക്കുന്നത് അതാണ്. അപ്പോൾ രാവിലത്തേന് പനീർ ബട്ടറും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മെഴുക്ക് പുരട്ടി ഉച്ചക്കത്തേന്, പിന്നെ മോദ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വറുത്തിട്ട് കുറച്ച് കറിയും കൂടി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് ഇച്ചാന് ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ ഡ്യൂട്ടി. അതുകൊണ്ട് അപ്പോഴത്തേന് ഉച്ചക്കത്തെ ഭക്ഷണവും കൂടി ഞാൻ രാവിലെ പെട്ടെന്ന് റെഡിയാക്കും കേട്ടോ. ഇല്ല, പിള്ളേർ എഴുന്നേറ്റ് വരുമ്പോഴത്തേന് അവരെ മേയ്ക്കാൻ തന്നെ കുറേ സമയം വേണ്ടി വരും. അപ്പോൾ അടുക്കളയിലോട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഉച്ചക്കത്തെ ഭക്ഷണം കൂടി ഞാൻ റെഡിയാക്കി വെക്കും. ഇനി ഒഴിച്ചു കൂട്ടാനും കൂടി ഒരു കറിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കത്തെയും രാവിലത്തെയും ഫുഡ് എല്ലാം സെറ്റ്. പിന്നെ വൈകിട്ടത്തേനുള്ളത് വൈകിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ഇച്ചായം വരുമ്പോഴത്തേനായിരിക്കും അടുത്ത സെക്ഷൻ അടുക്കളയിലോട്ട് കയറുന്നത്. അപ്പോൾ ഉച്ചയൊക്കെ കഴിഞ്ഞു. പപ്പയും മോളും കൂടി സാധനങ്ങൾ മേടിക്കാൻ ഇനി പോവാണ് കേട്ടോ. അപ്പോൾ വീക്ക്ലി ആയിരിക്കും ഞങ്ങൾ സാധനങ്ങൾ മേടിക്കുന്നത്. അതിനുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കുള്ളൂ. ആഴ്ചയിലുള്ളത് മതിയില്ല, വെറുതെ സ്റ്റോക്ക് ചെയ്യണ്ടല്ലോ എന്ന് വെച്ച് അങ്ങനെയായിരിക്കും സാധനങ്ങൾ ഇവിടെ മേടിക്കുന്നത്. അപ്പോൾ പപ്പയും മോളും കൂടി പോകുവാണ്. അപ്പോൾ ടാറ്റ പോവാന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ചടിഞ്ഞുകൂടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുകയല്ലേ. അപ്പോൾ പപ്പ വരുന്നത് നോക്കി ആളിരിക്കുന്നത് ഇതുപോലെ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയാട്ടോ. അപ്പോൾ അവളെ ഒരുക്കി കഴിയുമ്പോൾ തന്നെ അവൾക്ക് എൻ്റെ മുടിയും ചെയ്യണം. അതാണ് ഈ പ്രഹസനം കാണിക്കുന്നത്. അപ്പം ഞാൻ പോകുന്നില്ല. കാരണം കഴിഞ്ഞ ആഴ്ചയായിട്ട് 2 പിള്ളേർക്കും ജലദോഷക്കോളുണ്ട്. ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ആയി തുടങ്ങി. അപ്പോഴത്തേന് തണുപ്പൊക്കെ ആയി വരുന്നതുകൊണ്ട് ചെറിയൊരു പനിക്കോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവളുടെ മാറി വന്നു, അവളുടെ ഇനി മാറാൻ കുറച്ചുകൂടി ഉണ്ട്. അതുകൊണ്ട് കാറ്റും തണുപ്പൊക്കെ അടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ പോയില്ല. അപ്പോൾ പപ്പയും മോളും കൂടി പോവുകയാണ്. അപ്പോൾ ഇപ്പം മെയിനായിട്ട് പോകുന്നത് തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്കൊരു സർപ്രൈസായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും ടോയ്സ് ഉണ്ടായിരിക്കും. അവൾക്ക് എൻ്റെ ചീപ്പ് മാത്രം മതി കേട്ടോ കളിക്കാൻ. അങ്ങനെ വരുള്ളൂ. പിന്നെ അടുക്കളയിലെ സാധനങ്ങളും ആയിരിക്കും കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ടാറ്റയൊക്കെ തന്ന് പെട്ടെന്ന് പോകാനുള്ള ധൃതിയിലാട്ടോ. അപ്പം ഞങ്ങളുടെ പരിപാടീസ് എല്ലാം ഇവിടെ തീർക്കാൻ നോക്കുകയാണ്. അപ്പോൾ വൈകിട്ടത്തേന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് കയറിയപ്പോഴത്തേന് കുഞ്ഞിപ്പെണ്ണിന് ഭയങ്കര കളിയും മേളമൊക്കെയാണ്. അവൾ 6 മാസമായി, 6 മാസത്തിലേക്ക് കടക്കാറായി കേട്ടോ. അപ്പോൾ ഈ മാസം 6 മാസത്തിലേക്ക് കടക്കുകയാണ്. നീന്തി തുടങ്ങിയിട്ടുണ്ട്, കമിഴ്ന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അടുത്ത സ്റ്റേജ് പെട്ടെന്ന് ആക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. മുട്ടുകുത്താനൊക്കെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ആൾ, പക്ഷെ പറ്റുന്നില്ല. ഇനിയും കുറച്ചും കൂടി താമസം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇസമോളുടെ ബർത്ത്ഡേ വരുവാണ്. അപ്പോൾ ആ സമയത്ത് ഒരു സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പം അതെന്തായാലും നടക്കത്തില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇന്ന് ഒരു സർപ്രൈസിനും കൂടി വേണ്ടിയിട്ടാട്ടോ പപ്പയും മോളും കൂടി പോയേക്കണത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് സൈക്കിൾ ഇവിടെ വന്നപ്പോൾ തൊട്ട് സൈക്കിളിനോട് ഭയങ്കര താല്പര്യം. കാരണം താഴെ പിള്ളേരെല്ലാവരും വൈകുന്നേരങ്ങളിൽ സൈക്കിളൊക്കെ ചവിട്ടിയാണ് ഇതിലൂടെ നടക്കണേ. അപ്പം അവൾക്ക് വേണമെന്ന് ഭയങ്കര വാശിയായി. അപ്പോൾ ഞങ്ങൾ ഓർത്തു എന്നാൽ ഇവളുടെ ബർത്ത്ഡേക്ക് ഒരു സൈക്കിൾ മേടിക്കാമെന്നുള്ള ചിന്തയാണ് ഇരുന്നത്. പക്ഷേ എന്ത് ചെയ്താലും സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇപ്പോൾ ബോറിങ്ങുമായിട്ട് ഇരിക്കുകയല്ലേ, എന്നാൽ പിന്നെ നേരത്തെ മേടിച്ചേക്കാമെന്നും പറഞ്ഞ് അങ്ങനെ സൈക്കിൾ മേടിക്കാൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. സൈക്കിൾ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് പെണ്ണിൻ്റെ സന്തോഷം കാണണം കേട്ടോ. പിന്നെ ആ സൈക്കിളും കൊണ്ട് ഇതിലൂടെ എല്ലാം നിരങ്ങി പിടിച്ച് ഭയങ്കര കളിയും മേളമൊക്കെ ആയിരുന്നു. അപ്പോൾ സാധനങ്ങളെല്ലാം എടുത്ത് കഴിഞ്ഞ് ബില്ലിംഗ് സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവിടെ നമ്മൾ ഇതിൻ്റെ ബില്ലിൻ്റെ ഇത് ചെയ്യണമല്ലോ. എന്ത് ചെയ്താലും സമ്മതിക്കത്തില്ല. സൈക്കിളിൽ നിന്ന് ഇറങ്ങത്തില്ല. സൈക്കിളും ചവിട്ടി അതിലൂടെ തന്നെ നടക്കണം. മോളെ സൈക്ലിങ്ങിൽ അത് അവിടെ ചെയ്തിട്ട് തിരിച്ച് തരാമെന്ന് പറഞ്ഞിട്ടും അവൾക്ക് ഒരു രക്ഷയില്ല. അവൾ അവിടെ കിടന്ന് ആലമ്പും ബഹളും എല്ലായിരുന്നു. പിന്നെ ഇജയം വന്നു കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞു ഇനി നിന്നെ ഞാൻ കൊണ്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് ചിരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഡോറ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവൾ സൈക്കിളായിട്ട് അവിടെ നിൽക്കുകയാണ്. എന്ന് ചവിട്ടിക്കൊണ്ട് വാടിയെന്ന് പറഞ്ഞപ്പോഴത്തേന് ഭയങ്കര ഡിമാൻഡ്. ജന്മം പോയാലും സമ്മതിക്കൂല. പിന്നെ ആ സൈക്കിൾ അതിൻ്റെ അകത്തോട്ട് കയറ്റി കഴിഞ്ഞ് നേരെ ആ സൈക്കിൾ കൊണ്ടുപോയത് ഈ ഒരു അലമാര തുറന്നിട്ട് ഇതിൻ്റെ അകത്ത് വെക്കണമെന്നുള്ള വാശിയായി. പിന്നെ ഇത് അവളുടെ ഒരു സാമ്രാജ്യം കേട്ടോ. ഞങ്ങളുടെ എന്ത് സാധനം ഉണ്ടെങ്കിലും നൈസായിട്ട് കൊണ്ടുപോയി വെക്കുന്നത് ഈ ഒരു സ്ഥലത്തായിരിക്കും. അപ്പോൾ ഈ സൈക്കിൾ ഇതിലേക്ക് കുത്തിക്കയറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മോളെ ഇതിൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കേൾക്കത്തില്ല. അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ അവൾക്ക് ഉള്ള ബർത്ത്ഡേ സർപ്രൈസ് നേരത്തെ കിട്ടി. ഇനി ബർത്ത്ഡേക്ക് അടുത്ത് എന്തെങ്കിലും നോക്കണം. ഓക്കെ, ഇത് 2 in 1 ജ്യൂസറാണ് കേട്ടോ. ഇത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു ജ്യൂസറാണ്. ഇതിൽ
ഇത് നമ്മൾ ക്യാരറ്റോ പൈനാപ്പിളോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഇതിൽ ഒരെണ്ണം നമുക്ക് അതിൻ്റെ ആ സത്തും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആവും. പിന്നെ ജ്യൂസായിട്ട് ഇത് തുറന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇത് കിട്ടും. ഇത് നല്ലൊരു അടിപൊളി ജ്യൂസറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ആമസോണിലൊക്കെ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി സാധനങ്ങളെല്ലാം അടുക്കി വെക്കുന്ന ഡ്യൂട്ടീസാണ്. ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് ഓരോ സ്റ്റോക്കായിട്ട് ഞാനങ്ങനെ ഷെൽഫിലേക്ക് കയറ്റി വെക്കും. അതാകുമ്പോഴത്തേന് എനിക്ക് കൈമാറാനും ഒക്കെ ആയിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ UAEയിൽ ഇപ്പം ഒരു 2-3 ദിവസമായിട്ട് അവധിയൊക്കെ ആയിരുന്നു. ഇവിടെ നാഷണൽ ഡേ ആണ്. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ഈ പള്ളിപ്പെരുന്നാളിനൊക്കെ ഇങ്ങനെ പടക്കം പൊട്ടാണ്ട് മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു കേട്ടോ എനിക്ക് തോന്നിയത്. ഇവിടെ പടക്കമൊക്കെ ഇങ്ങനെ പൊട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോട്ടമാണ്, എപ്പോൾ പൊട്ടും. ഇപ്പോൾ ഇച്ചാനോട് ഞാൻ ചോദിക്കുന്നുണ്ട് 6:30. അപ്പോൾ ഇച്ചാൻ പറയും 6:30, 9:30. ഇതാ ഈ സമയങ്ങളിലെല്ലാം ഞാൻ പുറത്തിറങ്ങി നോക്കും. എന്ത് ചെയ്താലും പടക്കമൊന്നും പൊട്ടത്തില്ല. ഇപ്പം എനിക്ക് വിഷയം കാണാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ഒരു ദിവസത്തേന് ഉണ്ടായിരുന്നില്ല. അപ്പം ഇവിടെയൊക്കെ അടുത്ത ദിവസത്തേനായിരുന്നു. അങ്ങനെ ഞാൻ കാത്തിരുന്ന പടക്കങ്ങൾ നമുക്ക് എന്താ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് പടക്കങ്ങളൊക്കെ പൊട്ടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇതൊരു നൊസ്റ്റാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര രസമാണല്ലോ. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇതെല്ലാം ഞാൻ നോക്കിയിരിക്കും കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂരിൽ മാത്രമല്ല ദുബായിലും ഉണ്ട് കേട്ടോ പൂരം. അപ്പോൾ ഈ പൂര കാഴ്ചകളിലേക്കാണ് ഇനിയുള്ള നോട്ടത്തോ. ഒത്തിരി ആനയും ചെണ്ടമേളവും വാദ്യങ്ങളും എല്ലാം നിറഞ്ഞൊരു അടിപൊളി ഒരു പൂരമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പൂരത്തിന് ജയറാമേട്ടനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെണ്ടമേള കൊട്ടാനും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂരമൊക്കെ കൊടിയിറങ്ങി അലുവതായി ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു അലുവയാട്ടോ, ഹോം മെയ്ഡ് ആണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റിൽ ദെൻ ടാറ്റ, ബൈ ബൈ.